നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു കൊടുക്കുന്ന ലഹരി മരുന്ന് കച്ചവടക്കാരനെ തൃപ്പൂണിത്തുറയിൽ നിന്നും എക്സൈസ് പിടികൂടി. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ. ഹാർഡ്വെയർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച തട്ടിപ്പ് നടത്തുന്ന സംഘം ആലങ്ങാട് പോലീസിന്റെ പിടിയിലായി. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ആലുവ റെയിൽ റോഡിൽ ദേവസ്വം ബോർഡ് ഭൂമി നഗരസഭാ കൗൺസിലറുടെ ബന്ധുക്കൾ കയ്യേറിയതാണെന്ന പരിശോധനയിൽ കണ്ടെത്തി. കയ്യേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ദേവസ്വം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. റിപ്പോർട്ടുകളിലേക്ക്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു കൊടുക്കുന്ന ലഹരി മരുന്ന് കച്ചവടക്കാരനെ തൃപ്പൂണിത്തുറയിൽ നിന്നും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. കൊല്ലം സ്വദേശിയായ ഇർഷാദിനെയാണ് ആലുവ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. തൃപ്പൂണിത്തുറ മാർക്കറ്റിനടുത്ത് താമസിക്കുന്ന ഇർഷാദ് തൈക്കുടം മാർക്കറ്റിന് സമീപം വിദ്യാർത്ഥികൾക്ക് പെത്തഡിൻ എന്ന മാരക മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ പിടിയിലാവുന്നത്. ലഹരി മരുന്നിനടിമയായ ഇർഷാദ് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് കുട്ടികളെ ലഹരി മരുന്നിനടിമയാക്കുന്നുണ്ടെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ആഴ്ചകളോളം അന്വേഷണം നടത്തിയെങ്കിലും ഇർഷാദ് താവളങ്ങൾ മാറ്റി രക്ഷപ്പെടുകയായിരുന്നു. മയക്കുമരുന്നിനടിമയായ ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അവരുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷണം നടത്തിയുമാണ് ഇർഷാദിനെ കുടുക്കിയത്. ആലുവ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ഇയാൾ ഇറങ്ങി ഓടുവാൻ ശ്രമിച്ചിരുന്നു. എക്സൈസ് പിടികൂടിയിട്ടുള്ള ഇർഷാദ് മുമ്പ് എക്സൈസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പെത്തഡിനും മറ്റ് ലഹരി മരുന്നുകളും കുത്തിവെച്ച് കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. പിന്നീട് ലഹരിക്ക് അടിമയായവർ ഇയാളെ തേടി ചെല്ലുകയും ചെയ്യും. ഇന്നലെ വൈകിട്ട് തൃപ്പൂണിത്തുറ അന്താരാഷ്ട്രത്തിന് സമീപത്തു നിന്നും 18 ആംബുലൻസുകളുമായി ഒരാളെ ഞാനും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിയാൻ ആളുകൾക്ക് ആംബുലൻസുകൾ കുത്തിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ടിയാൻ ആംബുലൻസുകൾ വിൽപ്പനയും നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ആംബുലൻസുകൾ 60 രൂപ നിരക്കിൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് 500 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയാണ്. ഈ പ്രദേശങ്ങളിൽ യുവാക്കൾ ധാരാളമായി എത്തി ഇയാളുടെ കയ്യിൽ നിന്ന് ആംബുലൻസുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചത് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടിച്ചെടുത്തത്. ഇയാളുടെ പേര് ഇൻഷാദ് എന്നാണ്. വൈറ്റില തൈക്കൂടത്ത് ഉള്ള പുളിക്കൽ വീട്ടിൽ ഇസ്മായിലിന്റെ മകനാണ്. നേരത്തെയും ഇയാൾ ആംബുലൻസ് കേസുകൾ പ്രതിയായ ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആലുവ നഗരസഭയുടെ നേതൃത്വത്തിൽ വായനാ ദിനാചരണം ആഘോഷിച്ചു. ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം UC കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ MI പുന്നൂസ് ഉദ്ഘാടനം ചെയ്തു. ആലുവ നഗരസഭാ ചെയർമാൻ MT ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലിസി എബ്രാഹാം, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഫാസിൽ ഹുസൈൻ, C ഓമന, പ്രശസ്ത കവികളായ വേണു വി ദേശം, ശിവൻ മുപ്പത്തടം, ബാലസാഹിത്യകാരൻ വേണു പരിയാരത്ത്, കൂത്തുകൂടിയേട്ടം കലാകാരൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുകഥാകാരൻ തോമസ് ജോസഫ് കഥാവായന നടത്തി. ജന്മദീർഘമായി അദ്ദേഹത്തിന്റെ ശ്രമ മുതൽ എല്ലാവരെയും വായിക്കാൻ പ്രേരിപ്പിക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുക്കിലും മൂലയും 6000-ഓളം ഗ്രന്ഥശാലകൾ ശ്രീ PN പണിക്കരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. എല്ലാവരെയും വായിക്കാൻ പ്രേരിപ്പിച്ചു. വായന ഒരു സംസ്കാരമാണ്. 1909 ആലപ്പുഴ ജില്ലയിൽ നീലംപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കാതെ ഒരു വായനാ ദിനവും മുന്നോട്ട് പോകാൻ പാടില്ല. അദ്ദേഹം അത്രമേൽ ഈ സമൂഹത്തിന്റെ ആദരവ് വർദ്ധിക്കുന്നുണ്ട്. 1909 വൻ തട്ടിപ്പ് സംഘം ആലങ്ങാട് പോലീസിന്റെ പിടിയിലായി. കൊല്ലം സൗത്ത് പരവൂർ സ്വദേശികളും സഹോദരങ്ങളുമായ നസീർ, നജീം, സമിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടാളികളായ ഹഷീം, മെഹബൂദ് എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കരിമാലൂർ മനക്കപ്പടിയിൽ പ്രവർത്തിക്കുന്ന ചെട്ടിക്കാട് കുന്നുള്ളിപ്പറമ്പിൽ രാജീവിന്റെ ഹാർഡ്വെയർ ഷോപ്പ് 2013 ആരംഭിച്ച സമയത്ത് കടയിലെത്തിയ ഇവർ കൊല്ലം കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് വലിയ ഹാർഡ്വെയർ ഷോപ്പ് സ്വന്തമായി ഉണ്ടെന്നും തൽക്കാലം അഡ്വാൻസ് നൽകിയാൽ കൂടുതൽ സാധനങ്ങൾ ഇറക്കാമെന്ന വ്യവസ്ഥയിൽ 10,000 രൂപയുടെ സാധനങ്ങൾ ഇറക്കിയ ശേഷം 65,000 രൂപ കൈപ്പറ്റുകയും പിന്നീട് മുങ്ങുകയുമായിരുന്നു. ഇതേ തുടർന്ന് രാജീവ് ആലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് സംഘത്തെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കോട്ടയം, കൊല്ലം ജില്ലയിലെ പോലീസിന് കൈമാറിയിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം കോട്ടയം പുതുപ്പള്ളിയിൽ പുതിയതായി ആരംഭിച്ച ഹാർഡ്വെയർ കടയിൽ തട്ടിപ്പിന് ശ്രമിക്കവേ സംശയം തോന്നിയ കടയുടമ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് കടയിലെത്തിയ കോട്ടയം പോലീസ് ഇവരെ പിടികൂടി ആലങ്ങാട് പോലീസിന് കൈമാറുകയായിരുന്നു. സമാനമായ രീതിയിൽ സംഘം മറ്റ് ജില്ലകളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് എന്നും ആലുവ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ മറ്റു വിവരങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എന്നും ആലങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ പറഞ്ഞു.
പുതിയതായി ഹാർഡ്വെയർ തുടങ്ങുന്ന കടകളിലെ അതിൻ്റെ ഉടമസ്ഥന്മാരെ കണ്ടെത്തുകയും അവരിൽ അടുത്ത് ചെന്നിട്ട് അവരോട് ഞങ്ങൾ ഹാർഡ്വെയർ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ആളുകളാണ്, വിപണിയിൽ കിട്ടുന്നതിൽ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ സാധനങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന്. അത് ഞങ്ങൾക്ക് കൊല്ലത്ത് നല്ല ഒരു വലിയ കടയുണ്ട്, ആ കടയിൽ നിന്നാണ് ഇത് ഇഷ്യൂ ചെയ്യാനെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും കൂടുതൽ വിശ്വാസം നേടുന്നതിന് വേണ്ടി ഇവർ വീട്ടുകാരായിട്ട് ഇവർ ബന്ധപ്പെടുകയും അങ്ങനെ ബന്ധപ്പെട്ട് ഈ പുതിയ കടയിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിന് വേണ്ടി ഇവർ ഓർഡർ എടുത്തിട്ട് 2-3 ലക്ഷം രൂപയുടെ സാധനങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് അവർ വിശ്വാസം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരു 50,000 രൂപയോ 25,000 രൂപയുടെ സാധനം അന്ന് തന്നെ ഇറക്കി കൊടുക്കും. എന്നിട്ട് അവർ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സാധനം ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. തിരിച്ചു വരാതെ അവരിങ്ങനെ ചെയ്യാനായിട്ട് ഈ മോഡൽസാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലുവ റെയിൽ റോഡിൽ ദേവസ്വം ബോർഡ് ഭൂമി നഗരസഭാ കൗൺസിലറുടെ ബന്ധുക്കൾ കയ്യേറിയതാണെന്ന പരിശോധനയിൽ കണ്ടെത്തി. ഭൂമിയുടെ പട്ടയം റദ്ദാക്കുവാനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ദേവസ്വം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉത്തരവായി. ഭൂമിക്ക് കരം സ്വീകരിക്കാതിരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുവാനും ഭൂമിയുടെ ക്രയവിക്രയം നടത്തുന്നത് തടയുന്നതിനും മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. പട്ടയം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ളവയ്ക്ക് അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. റീസർവേ 80/9 4.116 സ്ഥലത്തിനാണ് അലക്സ് ജോസഫ് പടമാട്ടുമൽ എന്നയാൾക്ക് പട്ടയം അനുവദിച്ചത്. ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പേരിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണ് ഇതെന്ന് രേഖകളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദേവസ്വം ഭൂമി ദേവസ്വത്തിലെ തന്നെ ചിലരുടെ സഹായത്തോടെ സ്വകാര്യ വ്യക്തിക്ക് നൽകിയെന്ന് കാണിച്ച് രതീഷ് എഴുവിച്ചിറ എന്നയാളാണ് ദേവസ്വം ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. തുടർന്ന് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ആർ ഭാസ്കരൻ ദേവസ്വം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 6-നാണ് ഭൂമി പതിച്ചു നൽകിയത്. അനധികൃത കൈമാറ്റത്തിനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കുവാനും തീരുമാനമായി. ഹെഡ് സർവേയർമാരായ എൻ മുരളീധരൻ, വി ആർ ബാസി, സർവേയർമാരായ CS പ്രവീൺ കുമാർ, S വിക്രമൻ നായർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആലുവ ദേവസ്വത്തിന്റെ പേരിലുള്ള പഴയ സർവേ നമ്പർ 232/8 എന്ന് പറഞ്ഞ സർവേ നമ്പറിൽ 4.116 10 സെന്റ് സ്ഥലത്തിന് കൂടുതലുണ്ടത്. ആലുവ ദേവസ്വത്തിന്റെ പേരിൽ വളരെ വ്യക്തമായിട്ട് അവിടുത്തെ BTR ബേസിക് ടാക്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആലുവ ദേവസ്വത്തിന്റെ പേരിൽ തന്നെ തന്റെ പേരും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കെ എറണാകുളത്ത് ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് ലാൻഡ് ട്രിബ്യൂണൽ അനധികൃതമായിട്ട് ഈ ഭൂമി പതിച്ചു കൊടുത്തു എന്നുള്ള പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിനാണ് ദേവസ്വം ബോർഡ് തഹസിൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ ഞാനിപ്പം ഇവിടെ സ്ഥലത്ത് എന്റെ വൈപ്പിൻ മയക്കുമരുന്ന് വിമുക്തം പദ്ധതിക്ക് നായരമ്പലത്ത് ഉജ്ജ്വല തുടക്കം. വൈപ്പിൻകരയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ചേർന്ന് പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ് നിർവഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജത്ത് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ഉപലോകായുക്ത ജസ്റ്റിസ് KK ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് സതീഷ് ബിനോ IPS, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന UDF സർക്കാരിന്റെ നടപടിക്കെതിരെ CPIM-ന്റെ നേതൃത്വത്തിൽ ആലുവ പവർ ഹൌസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ലോഡ് ഷെഡിങ്ങും പവർ കട്ടും അവസാനിപ്പിക്കുവാൻ കേരള സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് CPIM ആലുവ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ആലുവ ടൗൺ ഹാൾ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് പവർ ഹൌസ് ഗേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ CPIM ആലുവ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് B സലീം ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് 45 മിനിറ്റ് ആണെങ്കിലും രാപ്പകൽ ഭേദമില്ലാതെ മണിക്കൂറുകൾ വൈദ്യുതി നിലയ്ക്കുന്നത് വ്യവസായശാലകളും ശുദ്ധജല വിതരണം ഉൾപ്പെടെയുള്ളവയും തടസ്സപ്പെടുത്തുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പവർ കട്ട് സാരമായി ബാധിക്കുന്നു. ചെറുകിട കച്ചവടക്കാരെയും വീട്ടമ്മമാരെയും ദുരിതത്തിലാക്കുകയാണ് പവർ കട്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് CPIM ആവശ്യപ്പെടുന്നു. സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത്. CPIM ആലുവ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM സഹീർ അധ്യക്ഷത വഹിച്ച ധർണയിൽ CPIM ചൂർണിക്കര ലോക്കൽ സെക്രട്ടറി AP ഉദയകുമാർ, കീഴ്മാട് ലോക്കൽ സെക്രട്ടറി KA ബഷീർ, എടത്തല ലോക്കൽ സെക്രട്ടറി P മോഹനൻ, കടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി P സുകുമാരൻ, TK ഷാജഹാൻ, CM ബാലകൃഷ്ണൻ, വത്സല വേണുഗോപാൽ,
ശശികല, രാജീവ് സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഡാമിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് വൈദ്യുതി വകുപ്പ് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കി പ്രദേശത്ത് ഈ കാലവർഷത്തിൽ വേണ്ടത്ര മഴയില്ല എന്നുള്ളതുകൊണ്ട്, ജലസംഭരണിയിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളതുകൊണ്ട് 30 ദിവസക്കാലം കഴിഞ്ഞാൽ കേരളം അതിഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകാൻ പോവുകയാണ്. കേരളം ഇരുട്ടിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആഹാരത്തോടൊപ്പം അറിവും വിളമ്പി സമൂഹത്തെ സാംസ്കാരിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ആലുവ കടുങ്ങല്ലൂർ മുപ്പത്തടം കവലയിലെ ദ്വാരക ഹോട്ടൽ. ജൂൺ 19 വായനാ ദിനം മുൻ വർഷങ്ങളിലേതുപോലെ വിവിധ പരിപാടികളോടെ ഇവിടെ ആചരിച്ചു. കേരളത്തെ വായിക്കുവാൻ പഠിപ്പിച്ച PN പണിക്കരുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി മാലയും ചാർത്തി പുഷ്പാർച്ചനയും നടത്തിയാണ് വായനാ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ കൂടൽ ശോഭൻ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മുപ്പത്തടത്തിന്റെ സ്വന്തം കവി ശിവൻ മുപ്പത്തടം ഭഗവത്ഗീത പാരായണം ചെയ്ത് വായനയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് മതമൈത്രി സന്ദേശം ഉൾക്കൊണ്ട് മുഹമ്മദ് കൈൻഡിക്കര ഖുറാനും തോമസ് കേളാമറ്റം ബൈബിളും പാരായണം നടത്തി. പ്രതിദിനം പത്രം ഉറക്കെ വായിക്കുന്ന പത്രം വായിക്കും പവിത്രൻ മുഖ്യാതിഥിയായിരുന്നു. CPI കടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T വേലായുധൻ നായർ ശ്രീമൻ നാരായണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഹോട്ടലുടമ ശ്രീമൻ നാരായണൻ കഴിഞ്ഞ 15 വർഷങ്ങളായി കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ മലയാള പത്രങ്ങളും ആനുകാലികങ്ങളും ഹോട്ടൽ ദ്വാരകയിൽ വരുത്തുന്നുണ്ട്. 5000-ഓളം രൂപ ഒരു മാസത്തിൽ ഇതിന് ചെലവ് വരുന്നുണ്ട്. ദിവസവും 1500-ഓളം ആളുകൾ പത്രപാരായണത്തിനായി ഇവിടെ എത്തുന്നു. അറിവ് പകരുവാൻ വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മമാണ് ഇതെന്നും ഗ്രാമത്തിലെ ജനങ്ങളുടെ അറിയുവാനുള്ള മനസ്സ് കൂടുതൽ ഊർജിതമാക്കുമെന്നും നാരായണൻ പറയുന്നു. ജനങ്ങൾ എല്ലാ പത്രങ്ങളും വായിക്കുന്നതോടെ ഒരു സംഭവത്തിന്റെ വാസ്തവം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്നും ശ്രീമൻ നാരായണൻ പറയുന്നു. എഴുത്തുകാരൻ കൂടിയായ നാരായണൻ കുട്ടികളുടെ ഗുരുദേവൻ, എന്റെ പുഴ, മഹാഗുരു, സദർശനം എന്നീ 4 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഗുരുദേവന്റെയും എന്റെ പുഴയുടെയും 7ാമത്തെ പതിപ്പ് ഈ മാസം പുറത്തിറങ്ങും. ഗാനരചനയിലും നാരായണൻ കൈവച്ചിട്ടുണ്ട്. 150 CD-കൾക്കായി നാരായണൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാം എനിക്കെന്റെ കണ്ണൻ, യദുഗീതം, തിരുനബി, സ്വാമി ദർശനം, ഗുരുദർശനം എന്നിവ ഏറെ പ്രചാരം ലഭിച്ച ആൽബങ്ങളാണ്. മലയാളത്തിലെ എല്ലാ പത്രങ്ങളും എല്ലാ ആചാര്യങ്ങളും പറ്റി ജനങ്ങൾക്ക് അത് വായിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അതായത് എല്ലാ പത്രങ്ങൾക്കും പത്രമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായാൽ ഈ പത്രമുള്ളതുകൊണ്ട് പലരും പല പത്രത്തിലായിരിക്കും അതിനെ കാണുന്നത്, അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താ എന്ന് ജനങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എല്ലാ പത്രങ്ങളും വരുന്നതുകൊണ്ട് ഒരു 3-4 പത്രം വായിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ രൂപം, ആ സംഭവത്തിൻ്റെ പ്രത്യേകത, ആ ഒറിജിനലായിട്ടുള്ള അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യമാകാനുള്ള ഒരു സാഹചര്യം ഈ പത്രങ്ങളിലുള്ളതുകൊണ്ട്. ഏലൂർ ഫാക്ട് ഹെഡ് ഓഫീസിന് മുമ്പിലെ അനിശ്ചിതകാല ഉപവാസ സമരം തുടരുന്നു. സമരം 242-ാം ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ BMS ജോയിന്റ് സെക്രട്ടറി TN ശിവനാണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്. ഫാക്ട് എംപ്ലോയീസ് കോൺഗ്രസ് INDUC വൈസ് പ്രസിഡന്റ് ഏലിയാസ്, ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സച്ചിദാനന്ദൻ എന്നിവർ സമരപന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു കൊടുക്കുന്ന ലഹരി മരുന്ന് കച്ചവടക്കാരനെ തൃപ്പൂണിത്തുറയിൽ നിന്നും എക്സൈസ് പിടികൂടി. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ. ഹാർഡ്വെയർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച തട്ടിപ്പ് നടത്തുന്ന സംഘം ആലങ്ങാട് പോലീസിന്റെ പിടിയിലായി. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ആലുവ റെയിൽ റോഡിൽ ദേവസ്വം ബോർഡ് ഭൂമി നഗരസഭാ കൗൺസിലറുടെ ബന്ധുക്കൾ കയ്യേറിയതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കയ്യേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ദേവസ്വം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്.